ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ്, അതായത് വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് വീഡിയോ ആണ്. ഞാൻ നോർമലി ഇങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കുന്ന പോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം യൂട്യൂബിനകത്ത് ഒത്തിരി പേർ വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ കരുതി എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ബാഗിൽ എന്തൊക്കെയുണ്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് വേഗം തന്നെ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ബാഗ്. ആക്ച്വലി എനിക്ക് ഈ ബാഗ് ഞാൻ UAE വന്ന് ഫസ്റ്റ് ജോലിക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ നാത്തൂനും അളിയനും കൂടി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗാണിത്. ജോൺ ലൂയിസിൻ്റെ ഒരു ബാഗ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇതിനകത്തുള്ളത് ഒരു ബുക്കും ഒരു ഡയറിയും. ഈ ബുക്കെന്ന് പറയുന്നത് ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, ഇൻഡസ്ട്രി ക്ലാസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിന് പോയി നമ്മളുടെ ഒത്തിരി കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോളിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. അതൊക്കെ നമുക്കുള്ള കുറേ അതൊക്കെ എഴുതാൻ വേണ്ടി അത് യൂസ് ചെയ്തതാണ്. പിന്നെ നെക്സ്റ്റ് എന്നൊരു ഡയറി. ഇത് നമുക്കിവിടെ വീക്ക്ലി ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെപ്പോഴും എൻ്റെ ബാഗിൽ കാണും. നെക്സ്റ്റ് ഒരു പേഴ്സിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ എമിറേറ്റ്സ് ID, ATM കാർഡ്, പിന്നെ കുറച്ച് ഫോട്ടോസ്, പൈസ, അത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. നെക്സ്റ്റ് വാട്ടർ ബോട്ടിൽ. ഇതിൽ മിക്കവാറും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകും, എന്നിട്ട് അതുപോലെ തിരിച്ചവിടെ കൊണ്ടുവരും. ഇത് കുടിക്കാറൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് അവിടെ വെള്ളം കിട്ടും. അപ്പോൾ അവിടെ പാൻട്രി പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ ചായ ഇട്ട് കുടിക്കാം. മോസ്റ്റ് ഓഫ് ദി ഡേയിലും ഇപ്പം ഞാൻ ഇത് കൊണ്ടുപോകാറില്ല, അതാണ് സത്യം. പിന്നെ ഇതിനകത്തൊരു എക്സ്ട്രാ വരുന്നൊരു ടിഫിൻ ബോക്സ്, അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് വന്നിട്ട് അന്നേരം എടുത്ത് മാറ്റി. നെക്സ്റ്റ് കുട. ഇവിടുത്തെ ചൂടിൽ ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പം ഒരു കുട. എന്നാ ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ. ഈ ചൂട് കാരണം എനിക്ക് ഇത് വാങ്ങി തന്നെയാണ്. പക്ഷേ ഇതിന് സത്യത എന്നറിയോ, ഞാൻ ഡ്യൂട്ടി വരുമ്പോൾ ചൂടായിരിക്കും. ഞാൻ നടന്നാണ് വരുന്നത്. അന്നേരം മോസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ഈ കുട യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്നോട് ഇത് ചോദിച്ചത്, നിനക്ക് എന്തിനാ ഞാൻ കുട വാങ്ങി തന്നേന്ന്. ഇത് ചോദിച്ചാൽ ചൂടത്ത് യൂസ് ചെയ്യും. പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല. പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോരും. അപ്പോൾ ചൂട് കാരണം വാങ്ങിയതാണ്. ദെൻ ID കാർഡ്. എല്ലാ ഹോസ്പിറ്റലിൽ നിന്നാണുള്ളൊരു ID കാർഡ്. ദെൻ ഒരു പോക്കറ്റ് ഡയറി. ഇത് എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാണും ഡ്യൂട്ടി ടൈമിൽ. അതായത് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനും, പിന്നെ ഇതിൽ എമർജൻസി ആയിട്ടുള്ള കുറേ ഫോൺ നമ്പേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുന്ന നമ്മുടെ ഒരു കുഞ്ഞു പോക്കറ്റ് ഡയറി. ഇതെന്തോ ആവറം കണ്ടെടുത്ത് എന്തോ ഒരു പേപ്പർ. ദെൻ ഒരു മെൻഡോസിൻ്റെ കിഞ്ചി. ഓർബിറ്റിൻ്റെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. അതുപോലെ തന്നെ സെയിം സാധനം തന്നെ. ഇതൊന്ന് റീഫ്രഷ് ആവാൻ തോന്നുന്ന സമയത്ത് ഞാൻ കൂടുതലും നൈറ്റ് ടൈമിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. ദെൻ ഞങ്ങളുടെ മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനം, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മിസ്സാവുന്നതുമായ സാധനമാണ് ഞങ്ങളുടെ പേന. ഇതില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് 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 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ പേന. ഒരു പൗച്ച്. ഈ പൗച്ചിൻ്റെ അകത്ത് ഒരു ചിപ്പ് കാണും, ഒരു ലിപ്പ് ലൈനർ. ഇത് മാസിൻ്റെ ലിപ്പ് ലൈനറാണേ. ഇത് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്ലമ്മിൻ്റെ ബോഡി ലോഷൻ, പിന്നെ ഒരു പേസ്റ്റും ബ്രഷും. ഇത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ, നൈറ്റ് ഡ്യൂട്ടിയൊക്കെയുള്ള സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു ബോഡി ക്രീമാണ്. ഇതും എൻ്റെ നാത്തൂന് എനിക്ക് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ മണം ആദ്യം ഒരു കുത്തിക്കയറുന്ന മണമാണ്, പക്ഷേ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ്. ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ദെൻ ഇത് ഒരു പോക്കറ്റ് സ്പ്രേ. ഇത് പപ്പ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നൊരു പോക്കറ്റ് സ്പ്രേ. പപ്പ തന്നതാണേ.
എഗെയിൻ വെടിപ്പുള്ള സാധനം പേന. ദെൻ ഒരു ഇൻഹേലർ വിക്സിൻ്റെ. ഇത് പനി വന്ന സമയത്ത് എടുത്ത് ബാഗിലിട്ടാണ്. എഗെയിൻ ഒരു നെയിം പ്ലേറ്റ് ഹോസ്പിറ്റൽ. ഇതും നമ്മൾ ID കാർഡ് പ്ലസ് ഇതും നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ കുറച്ച് പുട്ടപ്പ് ക്ലിപ്പ്, ബ്ലാക്ക്, ബ്രൗൺ, പിന്നെ ചൊട്ടാവാല, അങ്ങനെ കുറച്ച് പുട്ടപ്പ് ക്ലിപ്പ്. ഇതിന് പല പേരും അറിയും. എന്തോ പുട്ടപ്പ് ക്ലിപ്പ്, ക്ലച്ചർ, കടി, അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാം. ഇത് ഒരു മിറർ. ഇത് എനിക്ക് എൻ്റെ നാത്തൂൻ ഗിഫ്റ്റ് ചെയ്ത സാധനം. ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പറഞ്ഞ് ഗിഫ്റ്റ് ചെയ്തത്. ഒരു വിക്സ് ജബോ പനിയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യണം. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ചോട്ട, അത് യൂസ് ചെയ്തില്ല, പഴയതാണ് കണ്ട് ഭയങ്കര. അതിനൊരു ഹെയർ നെറ്റ്. പിന്നെ എന്താ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വീഡിയോസ് കമൻറ്റിൽ പറയാം. ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ട് UAE ജോബ് ഹണ്ടിങ് അങ്ങനെയൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ വീഡിയോസോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ ഗുഡ് ഡേ.